ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാവിലെ ആയാലും അല്ലെങ്കിൽ രാത്രിയിലായാലും നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റവ പത്തിരി അല്ലെങ്കിൽ റവ വെച്ചിട്ടുള്ള ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1.5 കപ്പ് റവയാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ്. വറുക്കാത്തതായാലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർത്തി എടുക്കണം. അതിനായിട്ട് ആദ്യം 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും വെള്ളം മതിയാവില്ല ഇതിലേക്ക്. ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 10-15 മിനിറ്റ് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ വറുത്ത റവ ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റെങ്കിലും നന്നായിട്ട് കുതിർത്തിയെടുക്കണം. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ കുതിർത്തിയെടുത്താൽ മതി. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ റവയൊക്കെ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരുവിയ തേങ്ങ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ നമുക്ക് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും 1-2 പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഒരുമിച്ച് ചേർക്കണില്ല. ഒരു 1/2 കപ്പ് ആദ്യം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ബാക്കി കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടല്ല ഇത് ഉണ്ടാവുക. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാനുള്ള ആ ഒരു പാകത്തിനാണ് ഉണ്ടാവുക. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെടുക്കുന്ന റവയുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരാം. ഇതിപ്പോൾ വറുത്ത റവ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2.25 കപ്പിനടുത്ത് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ദോശത്തവയാണ് വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എടുക്കാം. ഇനി ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വേണം ഓരോ തവണ അപ്പം ചുട്ടെടുക്കാനും. അപ്പോൾ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 തവണ തിരിച്ചു മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. കറി കൂട്ടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അധികം മൊരിക്കാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 2-3 തവണ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൊരിച്ചിട്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കാം. നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാവ് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മളിത് നന്നായിട്ട് മൊരിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയം വേണം. ഒരു 6-7 മിനിറ്റൊക്കെ വേണം ഓരോ അപ്പവും ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പാനൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ചൂടോടെ കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മീൻ മുളകിട്ടത്, അതുപോലെ ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ സാധാ മീൻ കറിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എപ്പോഴും റവ വെച്ചിട്ട് ഉപ്പുമാവ് മാത്രം ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.